നമുക്ക് രണ്ട് വൃത്തികെട്ട ആൾക്കാരെ പരിചയപ്പെടാം. ഇവന്മാർ വൃത്തികെട്ടെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് പെൺകുട്ടികളുടെ ഈ ഇൻബോക്സ് നോക്കിക്കൊണ്ടുള്ള ഇവന്മാരുടെ കുത്തിക്കഴപ്പാണ് ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. ഇവര് പരിചയമുള്ളവർ മിക്കവാറും പെൺകുട്ടികൾക്ക് പെട്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ന്യൂജനിൽ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പോൾ തലയിൽ യുക്തിവാദം കയറിയിട്ട് യുക്തിവാദപരമായ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നവരോട് ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുക, അവരെ പോയി ഭയങ്കര സപ്പോർട്ടീവായി സംസാരിക്കുക, അവർക്ക് കമൻ്റ് ഇടുക, അതിനുശേഷം പിന്നെ അവരുടെ ടൈം ലൈനിലേക്ക് കയറി ഇരുന്നു കൊണ്ട് തോന്നിവാസപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിജിലൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളുടെ ഫോട്ടോ ഇവിടെ ചേർത്ത് വെക്കുന്നത്. ഇവന്മാരുടെ സ്ഥിര പരിപാടി ഇതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ ഇൻബോക്സ് തപ്പിപ്പോയി അവിടെ പോയി കിടന്ന് കുത്തിക്കഴപ്പ് കാണിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് കോട്ടിട്ട മുക്കറിയുടെ ആയിക്കട്ടെ, എനിക്ക് അയാളെ അറിയത്തില്ല. മീൻസ് അയാളെ പറ്റി ഞാൻ കുറേ അന്വേഷിച്ച് നോക്കിയിട്ട് ആർക്കും അങ്ങനെ പരിചയമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റേ അവൻ ഒരു ഈഴവ സംഖ്യയാണ്, BDJSൻ്റെ ആളാണ്. ഈഴവ സംഖ്യ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ അനുകൂലിക്കുന്നത് വേടനെയാണ്. തുഷാർ വെള്ളാപ്പള്ളി വേടനെ അനുകൂലിക്കുന്നുണ്ട്, സാറും വേടനെ അനുകൂലിച്ചുകൊണ്ടാണ് പോസ്റ്റുകൾ ഇടുന്നത്. വേടനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് അറിഞ്ഞത് ഇവനെതിരെ ഒരുപാട് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എമ്പാടും കേസുകൾ ഇവനെതിരെ ഉണ്ട്. അതിൻ്റെ കാരണം പെൺകുട്ടികൾക്ക് ഇൻബോക്സിലേക്ക് അശ്ലീല ചുവയുള്ള കമൻസ് ഇടുക, പിന്നെ ഇവൻ്റെ അങ്ങനെ മ്ലേച്ഛതരമായ അവൻ ഭയങ്കര സംഭവമായിട്ട് അവൻ കരുതി വെച്ചിരിക്കുന്ന സുറുണിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുക, പല രീതിയിലുള്ള പിന്നെ വൾഗർ വീഡിയോസ് അയച്ചു കൊടുക്കുക. ഇതൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിലക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഓടി അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇതിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാനായിട്ട് നിൽക്കുമോ ഇല്ലയെന്ന്. ഏതായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരോടൊരു റെസ്പെക്റ്റ് തോന്നുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെരി ബിഗിനിങ്ങിൽ തന്നെ അവനെ ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യം വേണ്ടതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. പിന്നെ ഇവൻ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ വിദ്വേഷം പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ മോശം പറയുന്നത് മുസ്ലിങ്ങൾക്ക് അഗൻസ്റ്റ് ആയിട്ടാണ്. അത് ഞാൻ മനസ്സിലാകാത്തുണ്ട്. യുക്തിവാദി എന്ന് അഭിനയിക്കുന്നവന്മാർക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുകയും ഇവന്മാർ മുസ്ലിങ്ങളെ തെറി വിളിക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈഴവ സംഖ്യ എന്നവനെ ഞാൻ വിളിക്കുന്നത്. അക്ഷരം തെറ്റാതെ അവനെ വിളിക്കാം. BDJSൻ്റെ പോസ്റ്റുകൾ അവൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവനെ അവിടുത്തെ മെമ്പറായിട്ട് ഉള്ള ഒരു പിന്നെ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ യുക്തിവാദി സംഘടനയിലൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനൊരു വ്യക്തി യുക്തിവാദികൾക്ക് അറിയത്തില്ല, അവരുടെ ഇടയിലില്ല. പക്ഷേ മിക്കവാറും യുക്തിവാദി ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഇവൻ്റെ പോസ്റ്റുകൾ ഇഷ്ടംമാതിരി കാണാനുണ്ട്. ഇവൻ ഏറ്റവും കൂടുതൽ വെറുപ്പ് പറയുന്നത് അവൻ്റെ ജാതീയ ചിന്ത തലയിൽ കയറിയിട്ട് മുസ്ലിങ്ങളെയാണ്. അതെ, അത് പിന്നെ ഈഴവാസ് അങ്ങനെ തന്നെ ചെയ്യണം. കാരണം ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് നടക്കാനുള്ള നടപ്പ് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ മുസ്ലിങ്ങൾ തന്നെയാണ് ഉപകരിച്ചതെന്നുള്ള ആ നന്ദി അവർ കാണിക്കണം എന്നുള്ളത് സത്യമായ കാര്യമാണ്. നമ്മൾ ഒരു വിധത്തിൽ അവഹേളിക്കപ്പെടുകയും ഫിനാൻഷ്യലി സൗണ്ടായിട്ട് പോലും നമുക്ക് കിട്ടേണ്ട പരിഗണനയോ ശ്രദ്ധയോ കിട്ടാതെ വരുമ്പോൾ അത് നേടിയെടുക്കാൻ നമുക്ക് സപ്പോർട്ട് ചെയ്ത മനുഷ്യരെ തന്നെ നമ്മൾ ചവിട്ടി മെതിക്കുക എന്നുള്ളത് ഒരു നീതിയാണ്. ആ നീതി നിങ്ങൾ ചെയ്യുക തന്നെ വേണം. അതിനകത്ത് ഒരു വർത്തമാനം പറയാനില്ല. ഇപ്പം ഇവൻ സ്ത്രീകൾക്ക് അയച്ച ഞരമ്പ് രോഗികളാണ് എന്നുള്ള രീതിയിലല്ല, അതാണ് സത്യം. അയച്ച കുറേ വീഡിയോസ്, കുറേ കാര്യങ്ങളൊക്കെ തന്നെ പെൺകുട്ടികൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ അയക്കുന്നുണ്ട്, അങ്ങനെ അയക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ആരും ധൈര്യസമേതം മുൻപോട്ട് വന്ന് കേസ് കൊടുക്കാത്തതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ 2-3 പേര് പെറ്റീഷന് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഈ വൃത്തികെട്ടവന്മാരെ നിങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ ഇതിൽ കൂടെ നിങ്ങൾക്ക് എത്തിക്കാനാണ് ഞാനൊന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഒരുത്തൻ്റെ പേര് ചന്ദ്രൻ വെൽഡൺ, അവനാണ് ഈഴവ സംഖ്യ. മറ്റത് വിനോദ് NR എന്നാണ് അവൻ്റെ ID. വിനോദ് NRൻ്റെ ID നോക്കി ആവശ്യം അപ്പോൾ എന്തൊരു യുക്തിവാദിസം തലേ കയറിയ ആളാണെന്നറിയും, ഭയങ്കര GK ആണെന്നൊക്കെ തോന്നും. ഇവന്മാരുടെ മെയിൻ സംഗതി പെണ്ണുങ്ങളെ വഹളിക്കുക, ഞരമ്പ് രോഗം പെണ്ണുങ്ങളുടെ ടൈം ലൈനിൽ കൊണ്ടിടുക, അവരുടെ ഇൻബോക്സിലേക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുക, വീഡിയോസ് അയച്ചു കൊടുക്കുക. ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് ഇവന്മാർ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അക്സെപ്റ്റൻസ് കിട്ടാൻ ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ടായിരിക്കും നമുക്ക് സജഷൻ വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആഡ് ചെയ്യും. കാരണം അയാളുടെ ടൈം ലൈൻ എടുത്ത് നോക്കുമ്പോൾ എന്തോരം പിന്നെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടാണ്, യുക്തിവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ ചിലർക്ക് നമ്മൾ ഫ്രണ്ടാണെങ്കിൽ മാത്രമേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള അവന്മാർ ഈ ഫ്രണ്ട് എന്ന ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് നേരെ ഇതേപോലുള്ള അശ്ലീല ചൊവ്വയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് എന്താ നമുക്ക് ബ്ലോക്ക് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കാം, സ്വാഭാവികം. പക്ഷേ ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി ഇത് പറഞ്ഞതാണ്. കോട്ടിട്ട മുക്രിയെ പറ്റി അന്വേഷിച്ചപ്പോൾ വലിയ വിവരമൊന്നും കിട്ടുന്നില്ല. വിനോദ് NR എന്നാണ് മാത്രമാണ്. അവൻ്റെ സ്ഥലവും ബാക്കിയുള്ള ഡീറ്റെയിലും ഒക്കെ നമ്മൾ നോക്കി. സ്ഥിരമായിട്ടിരുന്നു കൊണ്ട് 2 മുസ്ലിങ്ങളെ തെറി വിളിക്കുന്നു. ഇവന്മാർക്ക് ഇത് ഒരു പടച്ചട്ടയാണ്. അതായത് യുക്തിവാദികളും യുക്തിവാദി ഗ്രൂപ്പുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമോഫോബിയ പിടിച്ച ഒരു പറ്റം സംഘികൾ ഈ യുക്തിവാദികൾ എന്ന് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിൽ കയറി കൂടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഇവിടെ വിദ്യാഭ്യാസമില്ലാത്തവരോ വിവരമില്ലാത്തവരോ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ് ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്.
ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെന്നും അവർ കൃത്യമായി അത് പറയുമ്പോൾ പല രീതിയിലുള്ള ചരിത്ര വിശേഷങ്ങൾ എടുത്തു വെച്ച് പറയേണ്ട ഒരു അവസരം വരും. ഖണ്ഡനം വരുന്നത് ചരിത്രം പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പരസ്പരമുള്ള സൗഹാർദ്ദം നഷ്ടപ്പെടുന്ന ലെവലിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കരുത്. അപ്പം നിർബന്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ആകെ മൊത്തം പറയാനുള്ളത് ഒരു കാര്യം. ഇവൻ്റെ വിനോദ് എന്നാറിൻ്റെത് നിരീശ്വരവാദി പോസ്റ്റാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഇവനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. യുക്തിവാദികൾക്ക് ആർക്കും അവനെ അറിയത്തില്ല, മറ്റവനെ ആളുകൾക്ക് അറിയാം. യുക്തിവാദിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് അവർക്കിടെ കിടന്ന് ഞൊഴയുന്നുണ്ട്. പ്രത്യേകിച്ച് യുക്തിവാദി ഗ്രൂപ്പുകളിലൊക്കെ തന്നെ കൊണ്ടുപോയി ഇട്ടിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ തിളപ്പ് തീരും, കയ്യിൽ ഒരു പ്രാവശ്യം കിട്ടുമ്പോൾ രണ്ട് പറ്റിക്കുമ്പോൾ തീരും. അത്യാവശ്യം ഇപ്പം ഈ കഴിയുമെങ്കിൽ ഈ പോസ്റ്റ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുകയും, അതായത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലാതെ കൈ കിട്ടുകച്ചാൽ രണ്ട് പൊട്ടിക്കുകയും വേണം. കാരണം ഇവൻ്റെ സുർണിക്ക് അത്രയും ഭയങ്കര മാഹാത്മ്യം ഉള്ളതുകൊണ്ടായിരിക്കും ഈ പെണ്ണുങ്ങൾക്കൊക്കെ സുർണി അയച്ചു കൊടുക്കുന്നത്. എത്ര പെൺകുട്ടികളെ പോസ്റ്റ് ഇട്ടേന്ന് അറിയാമോ? എത്ര പേർക്കാണ് ഇവ ഇത് നിരന്തരമായിട്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ നടക്കുന്ന, ആരും കേസിന് പോകാത്തതിൻ്റെ കാരണം പോയാലും വലിയ പ്രയോജനമില്ല. കാരണം നമ്മുടെ മാണ്ഡ്രേക്ക് സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ വരുന്ന കമൻസിനൊന്നും വലിയ കേസ് എടുക്കണ്ട. അങ്ങനെ കേസ് എടുക്കണമെങ്കിൽ നമ്മൾ CMB ഇടേണ്ടി വരും. CMB എന്ന് പറയുമ്പോൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക, കാത്തിരിക്കുക, SP കൊടുക്കുക, കാത്തിരിക്കുക, അതിനുശേഷം വീണ്ടും കൊണ്ടുപോയി CMB എന്ന രീതിയിൽ ഈ ഡീറ്റെയിൽ എല്ലാം വെച്ച് കോടതിയിൽ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ കൊടുക്കുക, കോടതി നിർദ്ദേശിക്കുമ്പോൾ കേസ് എടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ടൈം കളയാനായിട്ട് ആരും മെനക്കെടത്തില്ല. അത് തന്നെയാണ് ഈ വെറ്റുകൾക്ക് എളുപ്പ വഴിയായിട്ടുള്ളത്. എയ്തർ ഈ ഒരു സംഗതി അവർ എടുത്തു മാറ്റിയിട്ട് CMB എന്നുള്ളത് നിർത്തിയിട്ട് കർശനമായ നടപടിയെടുക്കുക. ഇത്തരം വൾഗർ കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുകയാണെങ്കിൽ ഇത്തരം തോന്നിവാസങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാവും. ഞാൻ എൻ്റെ ഭാഗം ചെയ്തു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും സമൂഹത്തിൽ ആൾക്കാർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സർക്കാരും വിചിന്തനം ഉണ്ടാവും. സർക്കാർ തലങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ആളുകളെ കൊണ്ട് ഇതിനെ പ്രതികരിപ്പിക്കാതെ നമ്മൾ തന്നെ എടുക്കണം. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ തീർച്ചയായിട്ടും നന്നായി കൈകാര്യം ചെയ്തിട്ടില്ല വെച്ചാൽ ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നും കൂടെ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ 100% നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം കൂടുതൽ പെൺകുട്ടികളിലേക്ക് ഇതെത്തട്ടെ. ഒരു പക്ഷേ യുക്തിവാദ ചിന്തയൊക്കെ കയറിയിട്ട് യുക്തിവാദിയാണെന്നൊക്കെ വലിയ ഫാൻ ഫെയിമൊക്കെ തോന്നി അങ്ങോട്ട് ചെന്ന് വീണു പോയാൽ അബദ്ധപ്പെടണ്ട എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവന്മാരുടെ ഫോട്ടോ ഉൾപ്പെടെ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. താങ്ക് യു.